എൻ്റെ കുട്ടിയുടെ വളർച്ച കറക്റ്റാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? പലപ്പോഴും പേരൻസ് കുട്ടികളെയും കൊണ്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. എന്നിട്ട് എൻ്റെ കുട്ടിക്ക് വളർച്ച കുറവാണ്, എന്തെങ്കിലും ചികിത്സയുണ്ടോ നമുക്ക് ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത്, സോ ദാറ്റ് അവരുടെ വളർച്ച കുറച്ചും കൂടെ മെച്ചമാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഫൈനൽ അവരുടെ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. പലപ്പോഴും ഈ പേരൻസ് നമ്മുടെ അടുത്ത് വരുന്നത് 16, 17, 18 വയസ്സിലാണ്. അപ്പോഴാണ് കുട്ടികളും അവരുടെ ശരീരത്തെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാവുന്നതും അവർ ഈ ഹൈറ്റിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നതും. പക്ഷേ പലപ്പോഴും ഇത് താമസിച്ചു പോയിരിക്കും. അപ്പം പോകുമ്പോഴത്തേക്ക് ഈ പേരൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ഹൈറ്റിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ? എങ്ങനെ അറിയാൻ പറ്റും ഈ കുട്ടിയുടെ വളർച്ച കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്? അപ്പോൾ നമുക്ക് ഇത് ഒരു പ്രധാനമായിട്ടൊരു കാര്യമാണ്. കാരണം നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ മാത്രം വരുന്നൊരു കാര്യമാണ്. ആ സമയത്തും കഴിഞ്ഞിട്ട് നമ്മളൊരു ആക്ഷൻ എടുത്താലും ഈ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് അറിയുന്നത് ഒരു കുട്ടിയുടെ വളർച്ച ശരിയാണോ ഇല്ലയോ എന്നുള്ളത്? പലപ്പോഴും കുട്ടികൾ നമുക്കുണ്ടാകുമ്പോൾ അവരുടെ ആദ്യത്തെ കുറച്ച് നാൾ 2 വർഷം 3 വർഷമൊക്കെ നമ്മൾ 3 മാസം 4 മാസത്തിലൊക്കെ ഒരിക്കൽ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് പോവുകയും അവർക്ക് പലപ്പോഴായിട്ട് വരുന്ന വാക്സിനേഷന് വേണ്ടി നമ്മൾ പീഡിയാട്രിഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ഹൈറ്റും വെയ്റ്റും എല്ലാം മെഷർ ചെയ്യുമ്പം നമുക്കറിയാം അവരുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എപ്പോഴെങ്കിലും ആ ഹൈറ്റിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പീഡിയാട്രിഷ്യൻ അത് ചൂണ്ടിക്കാണിക്കും, കുട്ടിയുടെ വളർച്ച ശരിയല്ല, നിങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് വേണമെന്ന് പറയും. പക്ഷേ പലപ്പോഴും ഒരു 4 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ പീഡിയാട്രിക്സിൻ്റെ അടുത്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യങ്ങൾ അധികം വരാറില്ല. കാരണം പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ കാണാറുള്ളൂ. അങ്ങനെ എത്തുമ്പോഴത്തേക്ക് ഈ വളർച്ച പലപ്പോഴും മോണിറ്റർ ചെയ്യാതായി പോകുന്നു. അപ്പം ഒരു പേരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ കുട്ടിയുടെ വളർച്ച ശരിയല്ലെന്നുള്ളത്? ഒന്ന്, മറ്റ് കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ്സിൽ നിങ്ങളുടെ കുട്ടി ഒരു 100 കുട്ടികളുള്ള ക്ലാസ്സിൽ ആദ്യത്തെ ഒരു 5 ഷോർട്ട് കുട്ടികളിൽ ഉൾപ്പെടുന്നെങ്കിൽ നിങ്ങളൊരു ചെക്കപ്പിന് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെന്ന് പറഞ്ഞാൽ അത് അബ്നോർമൽ ആവണമെന്നില്ല, എന്നാലും ഒന്ന് ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്, ഈ കുട്ടികൾ അവരുടെ ഡ്രസ്സുകൾ ചെറുതാവുന്നുണ്ടോ, ചെരുപ്പുകൾ ചെറുതാവുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ഒരു വർഷത്തിനുള്ളിലൊക്കെ പലപ്പോഴും ആ വയസ്സിൽ 4, 5, 6 വയസ്സുകളിലൊക്കെ ഒരു പ്രോപ്പർലി ഫിറ്റ് ചെയ്യുന്ന ഷർട്ടാണെങ്കിൽ നമുക്ക് മാറേണ്ടി വരും. കുട്ടികൾ ഔട്ട്ഗ്രോ ചെയ്യും. ചെരുപ്പാണെങ്കിൽ തന്നെ പലപ്പോഴും ഈ ചെരുപ്പ് ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ ആ ചെരുപ്പ് കുട്ടിക്ക് ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ പലപ്പോഴും കുട്ടികളടുത്ത് പറയുക, ഇടാ നിൻ്റെ ചെരുപ്പൊന്നും തേഞ്ഞു പോയിട്ടില്ലല്ലോ, പക്ഷേ നീ എന്തിനാ മാറ്റുന്നതെന്ന് ചോദിക്കും. പക്ഷേ അപ്പോഴത്തേക്ക് അവർ അതിനെ നമ്മൾ ഔട്ട്ഗ്രോ ചെയ്തിരിക്കും ആ ചെരുപ്പിനെ. പിന്നെ മൂന്നാമതുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ കുട്ടിയുടെ വളർച്ചയിൽ നിന്ന് ആ കുട്ടിക്ക് വളർച്ചയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കുട്ടി എന്തോ നമ്മുടെ കുട്ടിക്കൊരു വളർച്ചയ്ക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കുട്ടിയുടെ എല്ലാ ബർത്ത്ഡേയിലും മതിലിൽ കുട്ടീനെ ചേർത്ത് നിർത്തിയിട്ട് നമ്മളൊരു വര വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ഏകദേശ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു 4 വയസ്സിനും ഒരു 12 വയസ്സിനൊക്കെ ഇടയ്ക്ക് ഒരു മിനിമം 5 സെൻറ്റിമീറ്ററെങ്കിലും ഒരു കുട്ടി വളർന്നിരിക്കണം. അതിൽ കുറവാണ് കുട്ടി വളരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് കുട്ടികൾ ക്ലോത്ത്സിനെ ഔട്ട്ഗ്രോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ്സിൽ നോക്കുമ്പോഴും ആദ്യത്തെ ഒരു 100 പേരിൽ ആദ്യത്തെ 5 പേരായിട്ട് മാറുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചെക്കപ്പിന് ഡോക്ടറെ അടുത്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പം പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിലും അതൊരു അബ്നോർമൽ കുട്ടിയാവണമെന്നില്ല, ഗ്രോത്തും അബ്നോർമൽ ആവണമെന്നില്ല. പക്ഷേ ഈ ലക്ഷണങ്ങളെ കണ്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കുട്ടിയുടെ മറ്റ് ലക്ഷണങ്ങളെല്ലാം നോക്കുകയും കുട്ടിയുടെ ഹൈറ്റും പേരൻസിൻ്റെ ഹൈറ്റും തമ്മിൽ നമുക്കൊരു കമ്പാരിസൺ ഉണ്ട്. ഒരു മിഡ് പേരൻ്റൽ ഹൈറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുകയും പിന്നെയും കുട്ടിയെ കുറച്ച് നാളത്തെ ഒരു ഒബ്സർവേഷന് വിടുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്കിതിനകത്തൊരു അബ്നോർമാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരു 11-12 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് പ്യൂബർട്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് പ്രോബ്ലം, ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഗ്രോത്ത് പ്രോബ്ലം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് സമയം വളരെ പരിമിതമാണ്. അപ്പോൾ ഈ പരിമിതമായ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ അസുഖത്തിനെ കണ്ടുപിടിച്ച് നമ്മൾ ചികിത്സ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഹൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.